വിമതന്മാരുടെ ആവശ്യത്തെ അനുഭാവപൂർവ്വം പരിഗണിച്ചുകൊണ്ട് കൊടിയ വിഷമുള്ള വിമതന്മാരെ കൂരിയയിൽ തിരികെ കയറ്റി പുനഃസംഘടിപ്പിക്കാൻ സഭാ നേതൃത്വത്തിൽ ശ്രമം നടത്തുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം. മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി മാർ ജോസഫ് പാംബ്ലാനിയുടെ അടുത്ത കേന്ദ്രങ്ങളിൽ നിന്നാണ് ഈ വാർത്ത പുറത്തായത്. നിലവിലെ കൂരിയയിൽ നിന്നും ഫാദർ ജേക്കബ് വാലക്കാപ്പിള്ളിയെ മാത്രം നിലനിർത്തും. ഫാദർ വർഗീസ് പൊട്ടയ്ക്കൽ, ഫാദർ ജോസ് പുതിയടത്ത്, ഫാദർ പോൾ മാണശ്ശേരി എന്നിവരാണ് കൂരിയയിൽ എത്തുന്നത്. ഇപ്പോഴത്തെ ചാൻസലർ ഫാദർ ജോഷി പുതുവയെ ചൂണ്ടിയിലുള്ള ലോ കോളേജിന്റെ ഡയറക്ടറായും ഫാദർ പോൾ കുഞ്ഞേലിയെ ചാൻസലറായും നിയമിക്കുന്നുവെന്നും പറയപ്പെടുന്നു. ഫാദർ സെബാസ്റ്റ്യൻ വടക്കുംപാടനെ വാതക്കാട് പള്ളി വികാരിയായി നിയമിക്കും. പൗരസ്ത്യ തിരുസംഘത്തിന്റെ അനുമതി ലഭിച്ചാലേ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരികയുള്ളൂ. ലിസ്റ്റ് റോമിലേക്ക് അയച്ചിരിക്കുകയാണ്. വിമതന്മാരുടെ ഉപദേശത്തിലും സമ്മർദ്ദത്തിലും അവരുമായി ഉണ്ടാക്കിയ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മാറ്റങ്ങൾ വരുത്തുന്നത്. വിമതന്മാരെ ഇങ്ങനെ പിന്തുണച്ച് സഭയെ ഒരു പരുവമാക്കി. ഇതിൽ വിശ്വാസികൾ അസ്വസ്ഥരാണ്. പറയേണ്ടതെല്ലാം വിശ്വാസികൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി തീരുമാനമെടുക്കേണ്ടത് മെത്രാൻ സിനഡാണ്. പാംബ്ലാനി മെത്രാനും തട്ടിൽ പിതാവും കൂടി ഈ സഭയെ എറണാകുളം വിമതർക്ക് മുൻപിൽ അടിയറവ് വയ്ക്കുന്നതിന് മുൻപ് വത്തിക്കാൻ ഇടപെടണം. ബഹുഭൂരിപക്ഷം സഭാവിശ്വാസികളും സഭയുടെ ഭരണചക്രവും കൈപ്പിടിയിലുണ്ടായിട്ടും വിമത ഗുണ്ടായിസത്തെ വരച്ച വരയിൽ നിർത്താനോ നേർവഴിക്ക് കൊണ്ടുവരാനോ സാധിക്കാത്ത സഭാ നേതൃത്വത്തെ പഴിച്ചിട്ട് എന്ത് കാര്യം? നേതൃത്വം ദുർബലമായതിന് ആരെയാണ് കുറ്റം പറയേണ്ടത്? നേതൃത്വത്തിന് ഇക്കാര്യത്തിൽ യാതൊരു താല്പര്യവുമില്ല. കത്തോലിക്ക സഭയോട് യാതൊരു പ്രതിബദ്ധതയുമില്ല. അതാണ് അവരുടെ പ്രവൃത്തിയിലൂടെ വ്യക്തമാകുന്നത്. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കൈകാര്യം ചെയ്യാമായിരുന്ന ഒരു വിഷയം നടപടികൾ വൈകിപ്പിച്ച് ആറിയ കഞ്ഞി പഴങ്കഞ്ഞിയാക്കി അധപ്പതിപ്പിച്ച സഭാ നേതൃത്വം വിമതന്മാരുടെ കാല് നക്കി നടക്കുന്നു. വിമതന്മാരോടാണ് മെത്രാന്മാർ പറയുന്നത്, എങ്ങനെയെങ്കിലും ഈ പ്രശ്നമൊന്ന് ഒത്തുതീർപ്പാക്കൂ എന്ന് കരഞ്ഞപേക്ഷിക്കുകയാണ് നേതൃത്വം. ക്രിസ്തുവിന്റെ സഭയെ പരിശുദ്ധാത്മാവിന്റെ അരൂപിയാൽ നയിക്കപ്പെടുന്ന സഭാ നേതൃത്വം ഇത്ര ബലഹീനമാണോ? നിങ്ങൾ വെറും വ്യാജ പുരോഹിതന്മാരാണെന്ന് ആരെങ്കിലും പറഞ്ഞ് നിഷേധിക്കാൻ പറ്റുമോ? നിങ്ങളിൽ പരിശുദ്ധാത്മാവോ ദൈവമോ പ്രസാദിച്ചിട്ടില്ല. നിങ്ങൾ നിഷ്കളങ്കരായ വിശ്വാസികളെ വെറുതെ വിഡ്ഢികളാക്കുന്നു. അതുകൊണ്ട് ഇനിയെങ്കിലും സഭയ്ക്ക് വേണ്ടി നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ രാജിവെച്ച് പുറത്തു പോകണം.